ഹലോ ആൻറ്റി, ആൻറ്റി എന്താ വിളിക്കാൻ ലേറ്റായി? അവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല ഹർഷേ, പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളവർ കേൾക്കെ വിളിക്കണ്ടെന്ന് വെച്ചാ. ഇപ്പൊ എവിടെയാ? റൂമിലെത്തി കിടന്നു. സോനയും മറ്റുള്ള ഉറങ്ങിയ ശേഷം വിളിക്കുക ഞാൻ. നാളെയും കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. അയ്യോ, വീട്ടിലേക്ക് തിരിച്ചു വന്നാലുള്ള കാര്യം ആലോചിക്കുമ്പോഴാ എനിക്ക്. ആൻറ്റി എന്തിനെങ്ങനെ പേടിക്കുന്നേ? അയാളൊന്നും ഇനി ആൻറ്റിയെ തിരക്കി വരാൻ പോകുന്നില്ല. വന്നാൽ എന്ത് ചെയ്യും ഹർഷേ? മുറിയിൽ അവളുള്ള കാര്യം ഞാൻ പെട്ടെന്ന് മറന്നു. അയാള് വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കൂടി പ്ലാൻ ചെയ്ത് വെക്കണ്ടേ എന്റെ ഹർഷേ? അതൊക്കെ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം ആൻറ്റി, ഇപ്പം വേണ്ട. അനുപമ മുറിയിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതുറക്കത്തിലും അവൾ ആൻറ്റിക്ക് നേരെ ഒരു കണ്ണും കാതും തുറന്നു വെച്ചിരിക്കും. പിന്നെ അത് നീ പറഞ്ഞത് ശരിയാ. എന്റെ ടെൻഷൻ കാരണം ഞാൻ ഈ രാത്രി തന്നെ നിന്നെ വിളിച്ചത്. ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം. അതെ ആൻറ്റി, അതാ നല്ലത്. രവിയേട്ടൻ വിചാരിക്കും ഞാൻ ഈ രാത്രി എഴുന്നേറ്റ് വന്ന് ആരോടാ സംസാരിക്കുന്നതെന്ന്. എന്നാ നീ പോയി കിടന്നു. ഞാൻ രാവിലെ വിളിച്ചോളാം ഹർഷേ. ഗുഡ് നൈറ്റ്. എന്റെ ഭഗവതി.